വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ്. പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയവുമായി അടുത്തു വരാം. എന്താണ് പറഞ്ഞാൽ തീരാത്ത ദാനമെന്ന് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് തന്നിരിക്കുന്ന കാണാനും കേൾക്കുവാനും സംസാരിക്കുവാനുമുള്ള കഴിവ്, നടക്കുവാൻ, നമ്മുടെ കരങ്ങളെ ചലിപ്പിക്കുവാൻ, ഈ കഴിവെല്ലാം ദൈവം തന്നിരിക്കുന്ന ദാനമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഫ്രീ ആയി ശ്വസിക്കുവാൻ ഈ വായു ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ ദാനമാണ്. ഇതെല്ലാം അങ്ങനെയെല്ലാം എണ്ണി നോക്കിയാൽ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും കുറ്റങ്ങളും നമുക്കുണ്ടെന്ന് തോന്നിയാലും, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുന്നിലേക്ക് നടക്കുന്നില്ല എന്ന് നാം തോന്നിയാലും, ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുക തന്നെയാണ്. നമുക്ക് രക്ഷയെ തന്നുവല്ലോ, കഥാവായിരിക്കുന്ന യേശുവിനെ നമുക്ക് തന്നുവല്ലോ. അതെല്ലാം ഓർത്ത് ഇന്ന് പകൽക്കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവികമായിരിക്കുന്നൊരു ജയം പ്രാപിക്കേണ്ടതിന്, ദൈവത്തിൽ നിന്നൊരു പുതുബലം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദേഹി ആത്മാവിൽ നമ്മിലേക്ക് വരുവാൻ, അങ്ങനെ ഇന്ന് ദൈവരാജ്യത്തിൽ വലിയൊരു ജയം നാം കണ്ടെത്തുവാൻ, നമ്മിലൂടെ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നടക്കുവാൻ ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ, ദൈവസാന്നിധ്യത്തിൽ നാം ശക്തരായി മാറുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു. അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവം, അങ്ങ് ഞങ്ങളെ അറിയുന്ന ദൈവം, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹവാനായിരിക്കുന്ന പിതാവ്, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവ്, അവിടുന്ന് ഞങ്ങളുടെ പരിപാലകൻ, അങ്ങ് ഞങ്ങളെ താങ്ങുന്ന ദൈവം, അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവം. അപ്പോൾ എത്ര പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാകാതെ വണ്ണം കർത്താവിൻ്റെ ദയ ഞങ്ങളോട് വലുതായിരിക്കുന്നു. കർത്താവേ, അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് വലുതായിരിക്കുന്നു. ഞങ്ങൾ അവിശ്വസ്തരായി പാർക്കുമ്പോഴും അവിടുന്ന് ഞങ്ങളോട് വിശ്വസ്തരായിരിക്കാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ദൈവമേ സ്വഭാവത്താൽ ഞങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവിക വചനം അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി നന്ദി. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഹല്ലേലൂയ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ കർത്താവിൻ്റെ താഴ്മ ധരിക്കുവാൻ, കർത്താവിൻ്റെ വിനയം ധരിക്കുവാൻ, ദൈവം കർത്താവ് സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി യേശു ക്രിസ്തു ചലിച്ചതുപോലെ ഈ ഭൂമിയിൽ ഞങ്ങൾ ചലിക്കുവാൻ, കർത്താവ് ചെന്ന സ്ഥലത്തെല്ലാം രോഗികൾ സൗഖ്യമായതുപോലെ, ഭൂതങ്ങൾ പുറപ്പെട്ടു പോയതുപോലെ, ദൈവരാജ്യത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടന്നതുപോലെ, പാപികൾ മാനസാന്തരപ്പെട്ടതുപോലെ, കർത്താവ് ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു ചെല്ലുന്ന മേഖലകളിലും ഞങ്ങൾ സംസാരിക്കുന്നവരോട് ദൈവമേ അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെയും വൻകാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങ് ദൈവമേ ഇടവരുത്തുമാറാകണമേ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ. ദൂതന്മാർ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വശത്ത് 1000-ങ്ങളും നിന്റെ വലത്തുവശത്ത് 10,000-ങ്ങളും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അവിടെ നിന്ന് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് ദൈവമേ സങ്കീർത്തനത്തിൽ കൂടി അങ്ങ് ഞങ്ങൾക്ക് വലിയൊരു വാഗ്ദത്തം നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഈ ദുഷ്ടലോകത്തിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ അനേകരുടെ വീഴ്ചകൾ ദൈവമേ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദുഷ്പ്രവർത്തികൾ ഞങ്ങൾക്ക് ചുറ്റും കാണുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഞങ്ങളെ കൈകളിൽ വഹിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു എന്ന് വചനത്തിൽ പറയുന്ന പോലെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കർത്താവെ, ഭവനത്തിലായിരിക്കുന്ന മക്കൾ, ഞങ്ങളോട് കൂടെ ഇവിടെ ആയിരിക്കുന്ന മക്കൾ, കർത്താവെ, ഭവനം വിട്ട് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ, വേറെ സിറ്റികളിൽ, വേറെ സ്റ്റേറ്റ്സിൽ ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, ഞങ്ങളുടെ ദൈവമേ സഹോദരങ്ങൾക്ക് ചുറ്റും, അവരുടെ കുടുംബങ്ങൾക്ക് ചുറ്റും യഹോവയുടെ ദൂതൻ പാളയമിറങ്ങി അവരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ വ്യസനമായി തീരാതെ വണ്ണം കർത്താവെ അവിടെ നിന്ന് പകൽക്കാലവും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ദുഷ്ടനൊരുക്കുന്ന കെണികളിൽ ഞങ്ങൾ വീണു പോകാതെ കർത്താവെ, അതിൽ ഞങ്ങൾ പതറിപ്പോകാതെ, അതിൽ ഞങ്ങളുടെ കാലുകളിൽ ഞങ്ങളുടെ ജീവിതവും കുടുങ്ങിപ്പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് പകൽക്കാലവും അടുത്തു വരുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളുടെയും ദൈവമേ ഹൃദയത്തിൻ്റെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വന്ന് ഇറങ്ങുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവകരം അവർക്ക് വേണ്ടി ചലിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ചില
കരുതലുകൾ ആവശ്യമായിരിക്കുന്ന ഭവനങ്ങൾ, ചില വിഷയങ്ങളിൽ ഒത്തിരി ഞെരുങ്ങിയിരിക്കുന്നവർ, ഇന്ന് കർത്താവെ അവർ ഇന്നലെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇന്ന് എന്തെങ്കിലും ഒരു വഴി തുറക്കുമോ എന്നെല്ലാം ചില വിഷയങ്ങളിൽ ആലോചിച്ചിരിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ ദൂതന്മാരെ പോലെ, കർത്താവെ ഏലിയാവിനെ തേടി ആ കാക്ക വന്നതുപോലെ, സാരെഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ ഏലിയാവിന് വേണ്ടി വലിയ കരുതലുകൾ ഒരുക്കിയിരുന്നത് പോലെ, കർത്താവെ എലീശായുടെ ശിഷ്യന്മാർക്ക് വേണ്ടി പലതും ദൈവമേ അവിടെ നിന്ന് ഒരുക്കിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറട്ടെ കർത്താവെ. ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടട്ടെ ദൈവമേ. ആ എലീശ പ്രവാചകൻ്റെ കാലത്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രവാചക ശിഷ്യൻ കടം വാങ്ങിയ കോടാലി വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയതുപോലെ ഇവർ ചിലർ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി ചില അത്യാവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയത് പറഞ്ഞ സമയത്തൊന്നും കൊടുത്തു വീട്ടുവാൻ കഴിയാതെ ഇവർ വളരെ ഹൃദയഭാരത്തോടുകൂടി ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കായി കർത്താവിൻ്റെ ഒരു പ്രവചന വാക്കിനെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് വെള്ളത്തിൽ നിന്നത് പൊങ്ങി വന്നതുപോലെ കർത്താവായിരിക്കുന്ന യേശുവെ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്ഷയിൽ നിന്ന് ഒരു വാക്ക് ഇവരുടെ ഭവനത്തിൽ അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമേ. ഞങ്ങളുടെ തലമുറകളെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ തക്ക സമയത്ത് വിവാഹ ജീവിതങ്ങൾ ഒരുങ്ങട്ടെ. അഡ്മിഷനുകൾ കർത്താവെ ജോലികളെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ഭിന്നതകൾ, കുടുംബ വഴക്കുകൾ, പരസ്പരം ദൈവമേ കലഹിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ച് കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർക്കാതെ കർത്താവെ പിടിവാശിയിലിരിക്കുന്നവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവമേ കീഴ്പ്പെട്ട് വന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവെ അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അയക്കണമേ ദൈവമേ. ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അളവില്ലാത്ത ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി അവിടെ നിന്ന് ദൈവമേ അങ്ങയുടെ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ ഒഴുകിയ രക്തം ഞങ്ങളുടെ സകല രോഗങ്ങൾക്കും ദൈവമേ പരിഹാരമായി മരുന്നായി കർത്താവെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നിരിക്കാലേ സ്തോത്രം. ചില ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ഡയാലിസുകൾ മാറിപ്പോകട്ടെ കർത്താവെ. ശരീരത്തിൽ വന്നിരിക്കുന്ന ചില ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ, ചില സോറിയാസിസിൻ്റെ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച എല്ലാ മാനസിക വിഷമതകളും മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലവും ദൈവകൃപ കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് നിറയ്ക്കും, അനുഗ്രഹിക്കും. നടക്കുവാനുള്ള ചില ബുദ്ധിമുട്ടുകളെല്ലാം അവിടെ നിന്ന് മാറ്റണമേ കർത്താവെ. കൈകാലുകളിലുള്ള മരവിപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച എല്ലാ ഇംബാലൻസുകളും മാറിപ്പോകട്ടെ കർത്താവെ. നരയ്ക്കുവോളം ചുമക്കാമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന കർത്താവ് ദൈവമേ. ഏതു പ്രായത്തിലിരിക്കുന്നവരെയും വാർദ്ധക്യത്തിലിരിക്കുന്നവരെയും മിഡിൽ ഏജിലിരിക്കുന്നവരെ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ ഒക്കെ അവിടെ നിന്ന് ദൈവമേ മുന്നിലേക്ക് നടത്തുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു: ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയുക ഇല്ല എന്ന്. അപ്പോൾ ആരാണ് ബലവാൻ? സാത്താനെ അല്ലെങ്കിൽ പിശാചിനെ നോക്കി കർത്താവ് പലപ്പോഴും പറയുന്നത്, ഈ ലോകത്തിൻ്റെ അധിപതി, ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്നവൻ, ഈ ലോകത്തിലെ സകല മനുഷ്യരെയും വശീകരിച്ച് തൻ്റെ കൈക്കീഴിൽ വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാതെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാൻ കഴിയാതെ പിശാച് ഈ സകല മനുഷ്യരെയും ഹൗവ അല്ലെങ്കിൽ ആദം ചെയ്ത പാപത്തിൻ്റെ ഫലമായി പിശാചിൻ്റെ അടിമത്വത്തിന് കീഴിലാക്കി വച്ചിരിക്കുന്നു. ആ പിശാചിനെ കർത്താവ് ചെറുതാക്കിയല്ല കാണുന്നത്. അവിടെ പറയുന്നു ബലവാനെ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ചു കെട്ടിയാൽ മാത്രമേ അവൻ്റെ കൊള്ള പങ്കിടുവാനായി കഴിയുകയുള്ളൂ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചുറ്റും നാം പലതും കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതൊന്നും ദൈവപ്രവൃത്തിയല്ല. നമുക്ക് ചുറ്റും നാം കാണുന്നത്, ന്യൂസിൽ കേൾക്കുന്നത്, പേപ്പറിൽ വായിക്കുന്നത്, മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നത്, ഇതൊന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് വച്ച് അവൻ ആരെ വിഴുങ്ങേണ്ടു, ആരെ വലയ്ക്കേണ്ടു, ആരെ തകർക്കേണ്ടു, ആരുടെ ജീവിതത്തെ നശിപ്പിക്കേണ്ടു എന്ന് അവനിങ്ങനെ ഉഴറി നടക്കുകയാണ്. അവരുടെ ആലോചനാ സഭകളിൽ, ദുഷ്ടൻ്റെ ആലോചനാ സഭകളിൽ, പൈശാചിക മണ്ഡലങ്ങളിൽ അവർ ജാഗരൂകരായിരിക്കുകയാണ്. ആരെയും രക്ഷയിലേക്ക് വിടാതെ, ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ അനുവദിക്കാതെ, പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാതെ, വചനം വായിക്കുവാൻ സമ്മതിക്കാതെ, ആരാധനയ്ക്ക് കടന്നു പോകുവാൻ
കഴിയാതെ, ദൈവസ്നേഹത്തിൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയാതെ, എല്ലാ രീതിയിലും ഭിന്നതകളും കലഹങ്ങളും പ്രശ്നങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും സൂയിസൈഡ് ടെൻഡൻസി ജീവിതത്തെ നശിപ്പിക്കുവാൻ പോലും ഹൃദയത്തെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ദുഷ്ടൻ തൻ്റെ വലകളെ വിരിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയണം, അവനെ പിടിച്ചു കെട്ടണം, ബലവാനെ നിങ്ങൾ പിടിച്ചു കെട്ടണം. അവൻ കവർന്നു കൊണ്ടുപോയിരിക്കുന്ന നമ്മുടെ സമാധാന, സ്വസ്ഥത, ജീവിതത്തിൻ്റെ നന്മകൾ, കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം എല്ലാറ്റിനെയും നാം പിടിച്ചെടുക്കണം. അവൻ്റെ കയ്യിൽ നിന്ന് നാം അതിനെ പിടിച്ചെടുക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യം. പ്രിയപ്പെട്ടവരെ, വെറും വാക്കുകൊണ്ടോ വെറും ചിന്ത കൊണ്ടോ നമുക്കതിന് കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ ആ ദുഷ്ടൻ്റെ ആത്മാവിൻ്റെ സകല പ്രവൃത്തികളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോടും നമ്മുടെ ആത്മാവോടും തുണ നിന്ന് നമ്മെ ആ യുദ്ധത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ പിശാചിൻ്റെ ബലത്തെ കെടുത്തിക്കളയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്ത് ഓരോ ദിവസവും നാം വളരെ സ്മൂത്തായിരിക്കുന്ന ഒരു ലോകത്തിൽ കൂടിയല്ല കടന്നു പോകുന്നതെന്നും നമ്മൾ പൊരുതി വേണം ദൈവസന്നിധിയിൽ എത്തേണ്ടതെന്നുമുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി ഇന്നത്തെ ദിവസവും പ്രാർത്ഥനയിൽ ജയിക്കുവാൻ, വചനം വായിച്ച് നമ്മൾ ബലപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നിന്ന് ആ ദുഷ്ടാത്മാവിൻ്റെ എല്ലാ പ്രവൃത്തികളെയും തകർത്ത് കളയുവാൻ കർത്താവായിരിക്കുന്ന യേശു നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.